ലോങ് വാക്ക് ടു ഫ്രീഡം ബൈ നെൽസൺ മണ്ടേല. സൗത്ത് ആഫ്രിക്കയുടെ ഫസ്റ്റ് ബ്ലാക്ക് പ്രസിഡന്റ് ആയ നെൽസൺ മണ്ടേലയുടെ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന ഓട്ടോബയോഗ്രഫിയിൽ നിന്നെടുത്ത ഒരു എക്സ്ട്രാക്റ്റ് ആണിത്. മോർ ദാൻ 300 years ആയി സൗത്ത് ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ആയിരുന്നു അപ്പാർത്തൈഡ്, അതായത് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട് ഓഫ് റേസ്. വൈറ്റ് സിറ്റിസന് ഹൈ പ്രിഫറൻസും ബ്ലാക്ക് സിറ്റിസന് അവരുടെ ബേസിക് റിക്വയർമെന്റ്സ് പോലും കിട്ടാതെ വന്നു. ഇതിനെതിരെ പോരാടിയതിന് നെൽസൺ മണ്ടേല 30 years ടെററിസ്റ്റ് എന്ന മുദ്രകുത്തി ജയിലിലടച്ചു. ഫൈനലി 1994 ഡെമോക്രാറ്റിക് ഇലക്ഷനിൽ സൗത്ത് ആഫ്രിക്കയുടെ ഫസ്റ്റ് ബ്ലാക്ക് പ്രസിഡന്റായി നെൽസൺ മണ്ടേല സ്ഥാനമേറ്റു. 1994 മെയ് 10 പ്രിട്ടോറിയയിൽ വെച്ച് അദ്ദേഹത്തിന്റെ പ്രസിഡൻസി ഇനോഗ്രേഷൻ സെറിമണി നടന്നു. അന്നത്തെ അദ്ദേഹത്തിന്റെ സ്പീച്ചും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളുമാണ് ഈ ഭാഗം. 10th May dawned bright and clear. For the past few days, I had been pleasantly besieged by dignitaries and world leaders who were coming to pay their respect before the inauguration. The inauguration would be the largest gathering ever of international leaders on South African soil. May 10, അതായത് ആ ഫംഗ്ഷൻ നടന്ന ദിവസം മോർണിംഗ് വളരെ ബ്രൈറ്റും ക്ലിയറും ആയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില വേൾഡ് ലീഡേഴ്സും ഉയർന്ന ഉദ്യോഗസ്ഥരും ഇനോഗ്രേഷന് മുന്നേ എൻ്റെ അടുത്ത് വന്ന് റെസ്പെക്റ്റ് കാണിക്കാനായി, അതായത് ആശംസകൾ അറിയിക്കാനായി വന്നിരുന്നു. പ്ലസന്റ്ലി ബിസേജ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ എന്നെ ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഞാൻ അത്രയും സന്തുഷ്ടനായിരുന്നു. അദ്ദേഹം അത്രയും തിരക്കിലായിരുന്നു എന്ന് ഉദ്ദേശിക്കുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ഇന്റർനാഷണൽ ലീഡേഴ്സിന്റെ ഏറ്റവും വലിയ ഗാദറിംഗ് ആയിരുന്നു അത്. The ceremonies took place in the lovely sandstone amphitheater formed by the Union buildings in Pretoria. For decades, this had been the seat of white supremacy, and now it was a site of rainbow gathering of different colors and nations for the installation of South Africa's first democratic non-racial government. സൗത്ത് ആഫ്രിക്കയുടെ ക്യാപിറ്റലായ പ്രിട്ടോറിയയിൽ ഒരു സാൻഡ്സ്റ്റോൺ ആംഫി തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ എയർ തിയേറ്റർ, അവിടെ വെച്ചായിരുന്നു ചടങ്ങ് നടന്നത്. ഡിക്കേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം, പതിറ്റാണ്ടുകളായി ഈ സീറ്റ് വെള്ളക്കാരുടെ ആധിപത്യത്തിലായിരുന്നു. എന്നാൽ ഇന്ന് സൗത്ത് ആഫ്രിക്കയുടെ ഫസ്റ്റ് ഡെമോക്രാറ്റിക് ജനാധിപത്യം, നോൺ റേഷ്യൽ റേസ് ഡിഫറൻസ് ഇല്ലാത്ത ഗവൺമെന്റിന്റെ ഫോർമേഷൻ, അതൊരു റെയിൻബോ ഗാദറിംഗ്, അതായത് ഡിഫറെന്റ് കളേഴ്സും നാഷൻസും ഒക്കെ ഉള്ളതാണ് റെയിൻബോ ഗാദറിംഗ് ആയിരുന്നു. On that lovely autumn day, I was accompanied by my daughter Zinani. On the podium, Mr. de Klerk was first sworn in as second deputy president. Then Thabo Mbeki was sworn in as first deputy president. When it was my turn, I pledged to obey and uphold the constitution and to devote myself to the well-being of the republic and its people. To the assembled guests and the watching world, I said, ആ ദിവസം എൻ്റെ കൂടെ എൻ്റെ മകൾ സിനാനി ഉണ്ടായിരുന്നു. സെക്കൻഡ് ഡെപ്യൂട്ടി പ്രസിഡന്റ് ആയ മിസ്റ്റർ ഡി ക്ലർക്കിന്റെ ആയിരുന്നു അന്നത്തെ ആദ്യത്തെ സത്യപ്രതിജ്ഞ. പിന്നെ ടാബു ഉംബെക്കി ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രസിഡന്റ് ആയി സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം എൻ്റെ ടേൺ വന്നു. കോൺസ്റ്റിറ്റ്യൂഷനെ അനുസരിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുമെന്നും, റിപ്പബ്ലിക്കിന്റെയും ജനാധിപത്യ ഭരണം നടക്കുന്ന രാഷ്ട്രത്തിനെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പം റിപ്പബ്ലിക്കിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും വെൽബീയിങ്ങിന് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നുവെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്തു. ഇനി അവിടെ കൂടിയ ഗസ്റ്റിനോടായിട്ട് അദ്ദേഹം പറഞ്ഞ സ്പീച്ചാണ് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോണത്. Today, all of us do by our presence here confer glory and hope to newborn liberty. Out of the experience of an extraordinary human disaster that lasted too long must be born a society of which all humanity will be proud. ഇന്ന് നമ്മളിവിടെ പുതിയ സ്വാതന്ത്ര്യത്തിൽ പ്രതീക്ഷകളും റെസ്പെക്റ്റും അർപ്പിക്കുന്നു. കുറെ കാലങ്ങളായി നിലനിന്നിരുന്ന വലിയൊരു ഹ്യൂമൻ ഡിസാസ്റ്റർ കഴിഞ്ഞ് എല്ലാവരും അഭിമാനിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടാവാൻ പോവുകയാണ്. We who were up close not so long ago have today been given a rare privilege to be host to the nations of the world on our own soil. We thank
all of our distinguished international guests for having come to take possession with the people of our country of what is, after all, a common victory for justice, for peace, for human dignity. അതായത് സൊസൈറ്റിയിൽ നിന്നും ബാൻ ചെയ്യപ്പെട്ട നമുക്കിന്ന് സൗത്ത് ആഫ്രിക്കയുടെ സോയിലിൽ വെച്ച് വേൾഡിലെ മറ്റു രാഷ്ട്രങ്ങളെ ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുകയാണ്. ജസ്റ്റിസ്, ന്യായം, പീസ്, സമാധാനം, ഹ്യൂമൻ ഡിഗ്നിറ്റി, അന്തസ്സ്, ഞങ്ങളുടെ ഈ നേട്ടത്തിൽ പങ്കുചേരാനെത്തിയ എല്ലാ വിശിഷ്ടാതിഥികൾക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. We have at last achieved our political emancipation. We pledge ourselves to liberate all our people from the continuing bondage of poverty, deprivation, suffering, gender and other discrimination. Emancipation എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമോചനം. ഫൈനലി ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഫ്രീഡം നേടിയെടുത്തു. പോവർട്ടി എന്ന് വെച്ചാൽ ദാരിദ്ര്യം, ഡിപ്രിവേഷൻ അവഗണന, സഫറിങ് കഷ്ടപ്പാട്, ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വകതിരിവ്, ഇതിൽ നിന്നെല്ലാം എല്ലാ ജനങ്ങളെയും സ്വതന്ത്രരാക്കുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. Never, never and never again shall it be that this beautiful land will again experience the oppression of one by another. ഒപ്രഷൻ എന്ന് വെച്ചാൽ അടിച്ചമർത്ത. ഇനി ഒരിക്കലും ഈ മണ്ണിലെ ഒരാളും അടിച്ചമർത്തപ്പെടില്ല. The sun shall never set on so glorious a human achievement. ഇത്രയും മഹത്തായ ഈ ഒരു അച്ചീവ്മെന്റ് ഒരിക്കലും അവസാനിക്കില്ല. Let freedom reign. Freedom പരക്കട്ടെ. God bless Africa. A few moments later, we all lifted our eyes in awe as a spectacular array of South African jets, helicopters and troop carriers rode in perfect formation over the Union building. It was not only a display of pinpoint precision and military force, but a demonstration of the military's loyalty to democracy, to a new government that had been freely and fairly elected. കുറച്ച് സമയം കഴിഞ്ഞപ്പം സൗത്ത് ആഫ്രിക്കയുടെ ജെറ്റ്സും ഹെലികോപ്റ്റേഴ്സും ട്രൂപ്പ് കാരിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂപ്പിനെ ക്യാരി ചെയ്യുന്ന എയർക്രാഫ്റ്റ്സ് എല്ലാം യൂണിയൻ ബിൽഡിങ്ങിന് മുകളിലായി, അതായത് ആകാശത്ത് വളരെ മനോഹരമായി നിലനിന്നു. അതായത് നമ്മൾ റിപ്പബ്ലിക് ഡേക്ക് കാണുന്ന ഫ്ലൈറ്റ് പാസ്റ്റ് ആണ് ഈ പറയുന്നത്. അത് വെറും ഒരു ഡിസ്പ്ലേ ആയിരുന്നില്ല, മറിച്ച് മിലിറ്ററി ഫോഴ്സിന്റെ ഡെമോക്രസിയോടും പുതിയ ഗവൺമെന്റിനോടുമുള്ള റെസ്പെക്റ്റ് ആയിരുന്നു. Only moments before, the highest general of South African Defence Force and Police, their chests bedecked with ribbons and medals from days gone by, saluted me and pledged their loyalty. I was not unmindful of the fact that not so many years before they would not have saluted but arrested me. Finally, a chevron of Impala jets left a smoke trail of the black, red, green, blue, the gold of the new South African flag. കുറച്ചു നേരം മുമ്പ് സൗത്ത് ആഫ്രിക്കയുടെ ഡിഫൻസ് ഫോഴ്സിന്റെയും പോലീസിന്റെയും ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നെ സല്യൂട്ട് ചെയ്യുകയും പ്ലഡ്ജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബെഡക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ചെസ്റ്റിൽ റിബൺസും മെഡൽസും വെച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചു കാലം മുന്നേ അവർ എന്നെ സല്യൂട്ട് ചെയ്യുകയല്ല, പകരം അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത് എന്ന കാര്യത്തിൽ ഞാൻ അത്ര കോൺഷ്യസ് ആയിരുന്നില്ല. ഷെവ്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷേപ്പ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് വി ഷേപ്പ് എന്ന് പറയാം. ഫൈനലി സൗത്ത് ആഫ്രിക്കൻ ജെറ്റായ ഇംപാല വി ഷേപ്പിൽ ബ്ലാക്ക്, ഗ്രീൻ, റെഡ്, ബ്ലൂ ആൻഡ് ഗോൾഡൻ കളേഴ്സ് കൊണ്ട് അണിനിരന്നു. ഈ കളേഴ്സ് എല്ലാം സൗത്ത് ആഫ്രിക്കയുടെ പുതിയ ഫ്ലാഗിനെ സിംബലൈസ് ചെയ്യുന്നതാണ്. The day was symbolized for me by the playing of our two national anthems and the vision of white singing Kosi Sikai Africa and black singing Daistem, the old anthem of the Republic. Although that day neither group knew the lyrics of the national anthem they once despised, they would soon know the words by heart.
അന്നത്തെ ദിവസത്തെ പറ്റിയിട്ട് എൻ്റെ മൈൻഡിൽ പതിഞ്ഞ ചിത്രം എന്ന് പറയുന്നത് രണ്ട് നാഷണൽ ആന്തവും ചൊല്ലിയിട്ടുണ്ടായിരുന്നു. വൈറ്റ് കോസിസിക്കാലി ആഫ്രിക്ക എന്നതും ബ്ലാക്ക് ഡൈസ്റ്റെമും ചൊല്ലിയത്. രണ്ട് നാഷണൽ ആന്തവും പരസ്പരം അവഗണിച്ചിരുന്നതും, അതായത് ബ്ലാക്കിനും വൈറ്റിനും പരസ്പരം അവർ രണ്ടുപേരും പരസ്പരം അവഗണിച്ചിരുന്നതും ലിറിക്സിന്റെ അർത്ഥം അറിയാത്തതുമായിരുന്നുവെങ്കിലും ഇവർ വിശ്വസിക്കുന്നു പെട്ടെന്ന് തന്നെ അവരത് പഠിക്കുമെന്ന്. On the day of inauguration, I was overwhelmed with a sense of history. In the first decade of the 20th century, a few years after the bitter Anglo-Boer War and before my own birth, the white-skinned people of South Africa patched up their difference and erected a system of racial domination against dark-skinned people of their own land. അതായത് ഇനോഗ്രേഷൻ ദിവസം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഞാൻ പാസ്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഹിസ്റ്ററിയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആംഗ്ലോ ബോയർ വാർ കഴിഞ്ഞ്, അതായത് 20th സെഞ്ച്വറിയുടെ ഫസ്റ്റ് ഡിക്കേഡിൽ എൻ്റെ ബർത്തിന് മുന്നേ ആയി തന്നെ സൗത്ത് ആഫ്രിക്കയിലെ വൈറ്റ് സ്കിൻ പീപ്പിൾ അവരുടെ വ്യത്യാസങ്ങൾ പറഞ്ഞു തുടങ്ങുകയും ഡാർക്ക് സ്കിന്നിനെതിരെയായി റേഷ്യൽ ഡൊമിനേഷൻ ഉയർത്താനും തുടങ്ങി. The structure they created formed the basis of one of the harshest, most inhumane society the world has ever known. Now, in the last decade of 20th century and my own 8th decade as a man, that system had been overturned forever and replaced by one that recognized the right and freedom of all people regardless of the color of their skin. അതായത് ലോകം ഇന്നുവരെ കണ്ടതിൽ ഏറ്റവും ക്രൂരവും നിർദ്ദയവുമായ സൊസൈറ്റീസ് ആയിരുന്നു അവർ ഫോം ചെയ്തത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തത്. എന്നാൽ ഇന്ന് 20th സെഞ്ച്വറിയുടെ ലാസ്റ്റ് ഡിക്കേഡ് ആയപ്പോഴേക്കും എല്ലാവർക്കും റൈറ്റും ഫ്രീഡവും ഉള്ള ഒരു സൊസൈറ്റി, അങ്ങനെ ഒരു സൊസൈറ്റിയായി എന്നേക്കുമായി അത് മാറ്റി എഴുതപ്പെട്ടു. That day had come about through the unimaginable sacrifices of thousands of my people whose suffering and courage can never be counted or repaid. I felt that day, as I have on so many other days, that I was simply the sum of all those African patriots who had gone before me. That long and noble line ended and now began again with me. I was pained that I was not able to thank them and that they were not able to see what their sacrifices had wrought. അതായത് എൻ്റെ ജനങ്ങളുടെ ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര സാക്രിഫൈസിലൂടെയാണ് ഈ ദിനം കടന്നു വന്നത്. അതായത് അത്രയും അധികം കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് ഈ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടായത്. അവരനുഭവിച്ച കഷ്ടപ്പാടും ധൈര്യവും കൗണ്ട് ചെയ്യാൻ പറ്റാത്തതും അതുപോലെ തിരിച്ചു നൽകാൻ പറ്റാത്തതുമാണ്. എനിക്ക് മുന്നേ വന്ന ദേശീയ നേതാക്കളുടെ ആഫ്രിക്കൻ പാട്രിയറ്റ്സിൻ്റെ ഒരു എഫേർട്ടാണ് ഞാൻ എന്നുള്ളത് അന്നും അതിനു മുന്നേ പല ദിവസങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ നീണ്ട നിര അവസാനിക്കുകയും എന്നിലൂടെ വീണ്ടും തുടരുകയും ചെയ്തു. അവരോട് നന്ദി പറയാൻ പറ്റാത്തതിലും അതുപോലെ തന്നെ അവരുടെ ത്യാഗത്തിൻ്റെ റിസൾട്ട് അവർക്ക് കാണാൻ കഴിയാത്തതിലും എനിക്ക് വിഷമമുണ്ട്. The policy of apartheid created a deep and lasting wound in my country and my people. All of us will spend many years, if not generations, recovering from that profound hurt. But the decades of oppression and brutality had another unintended effect, and that was that it produced the Oliver Tampos, the Walter Cecilius, the Chief Lithulius, the Yusuf Dadus, the Bram Fishers, the Robert Sobukas of our time, men of such extraordinary courage, wisdom, and generosity that there like may never be known again.
അതായത് അപ്പാർത്തൈഡ് എന്ന് പറയുന്നത് അത് കാരണം വലിയ മുറിവാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് അത് എൻ്റെ ജനങ്ങളിൽ വളരെ ആഴത്തിൽ, ജനങ്ങളിൽ മാത്രമല്ല എൻ്റെ രാജ്യത്തിനും വളരെയധികം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം പുറത്തു വരാനായിട്ട് ജനറേഷൻസ് വേണ്ടി വരില്ലെങ്കിലും ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരും. അടിച്ചമർത്തലിൻ്റെയും ഈ ക്രൂരതകളുടെയും ഈ പതിറ്റാണ്ടുകൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും മറ്റൊരു റിസൾട്ട് ഉണ്ടാക്കി. എന്താണ് ആ റിസൾട്ട്? അതായത് ഒലിവർ ടാംബോസ്, വാട്ടർ സിസിലിയോസ്, ചീഫ് ലിത്യൂലി, യൂസഫ് ടാഡൂസ്, ബ്രാം ഫിഷേഴ്സ്, റോബർട്ട് സോബ്, ഉഗാസ് തുടങ്ങിയവരെ പോലെയുള്ള, ഇവരൊക്കെ ആഫ്രിക്കൻ പാട്രിയറ്റ്സ് ആണ്. ഇവരെ പോലെയുള്ള എക്സ്ട്രാ ഓർഡിനറി കറേജും വിസ്ഡവും മഹാമനസ്കതയും ഒക്കെ ഉള്ളവർ ഇനിയും ഉണ്ടാവണമെന്നില്ല. Perhaps it requires such depth of operation to create such heights of character. My country is rich in minerals and gems that lie beneath its soil, but I have always known that its greatest wealth is its people, finer and truer than the purest diamond. ഒരുപക്ഷെ ഇനി ഇതുപോലെ ആവണമെങ്കിൽ തന്നെ അത്രയും ശക്തമായ അടിച്ചമർത്തൽ ഉണ്ടാവേണ്ടി വരും. ഇവിടെ നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഇത്രയും ത്യാഗം കാരണമാണ് ഇതുപോലത്തെ നേതാക്കന്മാർ ഉയർന്നു വന്നത്. അപ്പം ഇനിയും ഇതുപോലത്തെ ആൾക്കാർ ഉണ്ടാവണമെങ്കിൽ അത്രയും അധികം അടിച്ചമർത്തൽ ഉണ്ടാവേണ്ടി വരും. അവരനുഭവിച്ചത് അതേപോലെ തന്നെ അനുഭവിക്കേണ്ടി വരും. എൻ്റെ കൺട്രിയിൽ മണ്ണിനടിയിലെ മിനറൽസും ജെംസും കൊണ്ട് വളരെ റിച്ചാണ്. സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ഡയമണ്ട്സിനൊക്കെ വളരെ ഫേമസ് ആയ സ്ഥലമാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ പ്യുവറസ്റ്റ് ഡയമണ്ടിനേക്കാളും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് സത്യസന്ധരായ അല്ലെങ്കിൽ നല്ലവരായ ഇവിടുത്തെ എൻ്റെ ജനങ്ങളാണ്. It is from this comrade in the struggle that I learned the meaning of courage. Time and again, I have seen men and women risk and give their lives for an idea. I have seen men stand up to attack and torture without breaking, showing a strength and resilience that defies the imagination. I learned that courage was not the absence of fear, but the triumph over it. The brave man is not he who does not feel afraid, but he who conquers that fear. അതായത് ഇത്രയും സ്ട്രഗിൾ ചെയ്ത ഈ കോമ്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞ ആഫ്രിക്കൻ പാട്രിയറ്റ്സിന്റെ അടുത്ത് നിന്നാണ് കറേജിന്റെ മീനിങ് ഞാൻ പഠിച്ചത്. അതുപോലെ മെന്നും വിമനും ഞാൻ പിന്നീടും കണ്ടു. മെൻ ടോർച്ചറും അറ്റാക്കും തടയുന്നതും അവരുടെ സ്ട്രെങ്ത്തും റെസിലിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർവ്വസ്ഥിതിയിലേക്ക് വരാനുള്ള ആ ഒരു കഴിവ്, ഇതൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. കറേജ് എന്നത് ഫിയർ ഇല്ലാത്തതല്ല, മറിച്ച് അതിനു മുകളിൽ വിജയം കാണുന്നതാണെന്ന് ഞാൻ പഠിച്ചു. അതുപോലെ തന്നെ ധൈര്യശാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയില്ലാത്ത ആളെന്നല്ല, മറിച്ച് ഭയത്തെ കീഴടക്കുന്നവൻ എന്നാണ്. No one is born hating another person because of the color of his skin or his background or his religion. People must learn to hate, and if they can learn to hate, they can be taught to love. For love comes more naturally to the human heart than its opposite. Even in the grimmest time in prison, when my comrade and I were pushed to our limits, I would see a glimmer of humanity in one of the guards, perhaps just for a second, but it was enough to reassure me and keep me going. A man's goodness is a flame that can be hidden but never extinguished. അതായത് കളറും ബാക്ക്ഗ്രൗണ്ടും റിലീജിയനും ഇവയെല്ലാം കാരണം ഒരാളെ വെറുക്കുന്നവനായിട്ട് ഒരിക്കലും ഒരാൾ ജനിക്കുന്നില്ല. പീപ്പിൾ വെറുക്കാൻ പഠിക്കണം. അങ്ങനെ ആയാൽ അവർ സ്നേഹിക്കാനും പഠിക്കും. സ്നേഹം എന്ന് പറയുന്നത് ഹെയ്റ്റിനേക്കാൾ നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ് പറയുന്നത്. പ്രിസണിലെ കഠിനമായ ആ ഒരു ദിവസങ്ങളിൽ, അതായത് സഹനത്തിന്റെ ആ ലാസ്റ്റ് മിനിറ്റിൽ പോലും ഞങ്ങളുടെ ഗാർഡിൽ ഒരാള് അതായത് അവരുടെ ഗ്ലിമ്മേഴ്സ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്തിന്റെ ഒരു ചെറിയ പാട്ട് അത് കാണാൻ കഴിഞ്ഞു.
അല്പം മനുഷ്യത്വം ഞങ്ങളത് കണ്ടു. വളരെ കുറച്ച് നേരത്തേക്ക്, അതായത് കുറച്ച് സെക്കൻഡ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും മുന്നോട്ട് പോകാനുള്ള ഒരു ആശ്വാസമായിരുന്നു അത്. മനുഷ്യരിലെ നന്മ എന്ന് പറയുന്നത് ഒരു തീനാളമാണ്. അത് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും, എന്നാൽ അത് മൊത്തത്തിൽ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല, കെടുത്തി കളയാനാവാൻ പറ്റില്ല. In life, every man has twin obligations to his family, to his parents, to his wife and children. And he has an obligation to his people, his community, his country. എല്ലാ മനുഷ്യർക്കും രണ്ട് ടൈപ്പ് ഓഫ് കടമകളാണുള്ളത്. അത് ഒന്ന് എന്ന് പറയുന്നത് ഒബ്ലിഗേഷൻ ടു ഹിസ് ഫാമിലിയോടുള്ള കടമ, അതുപോലെ പാരൻസിനോടുള്ളത്, വൈഫിനോടുള്ളത്, ചിൽഡ്രനോട്, കുട്ടികളോടുള്ളത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ പീപ്പിൾ, അവരുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത്, അവരുടെ കൺട്രിക്ക് വേണ്ടിയിട്ടുള്ളത്. In a civil and humane society, each man is able to fulfill those obligations according to his own inclination and abilities. But in a country like South Africa, it was almost impossible for a man of my birth and color to fulfill both of those obligations. In South Africa, a man of color who attempted to live as a human being was punished and isolated. In South Africa, a man who, to fulfill his duty to his people, was inevitably ripped from his family and his home and was forced to live a life apart, a twilight existence of secrecy and rebellion. I did not in the beginning choose to place my people above my family, but in attempting to serve my people, I found that I was prevented from fulfilling my obligation as a son, a brother, a father, and a husband. അതായത് ഒരു നോർമൽ സൊസൈറ്റിയിലുള്ള ഒരാൾക്ക് ഇതെല്ലാം, ഈ ഒബ്ലിഗേഷൻസ് എല്ലാം, ഈ കടമകളെല്ലാം നിറവേറ്റാൻ പറ്റും. എന്നാൽ സൗത്ത് ആഫ്രിക്കയെ പോലുള്ള രാജ്യത്ത് എന്നെപ്പോലുള്ള എൻ്റെ കളറുള്ള ആൾക്ക്, അതായത് ബ്ലാക്ക് റേസിൽ വരുന്ന ആൾക്ക് ഇത് രണ്ടും നിറവേറ്റുക എന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഒരു ബ്ലാക്ക് മാൻ ഇതുപോലെ ജീവിക്കാൻ ട്രൈ ചെയ്താൽ അവർ ശിക്ഷിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്യും. എന്നാൽ സൗത്ത് ആഫ്രിക്കയിൽ ഒരാൾ തൻ്റെ പീപ്പിളിനോടുള്ള ഡ്യൂട്ടി ചെയ്യാൻ നോക്കിയാൽ വീട്ടിൽ നിന്നും ഫാമിലിയിൽ നിന്നും പുറത്താക്കപ്പെടുകയും അതിൽ ടു ലൈറ്റ് എക്സിസ്റ്റൻസ് ഓഫ് സെക്രസി, അതായത് ഇവിടെ ജയിലിൽ അടയ്ക്കപ്പെടും എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആദ്യം ഞാൻ എൻ്റെ പീപ്പിളിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല, പക്ഷേ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഫാമിലിയോടുള്ള ഡ്യൂട്ടി ചെയ്യുന്നതിൽ തടസ്സം വന്നു തുടങ്ങി. I was not born with a hunger to be free. I was born free in every way I could know. Free to run in the fields near my mother's hut, free to swim in the clear stream that ran through my village, free to roast mealies under the star and ride the broad backs of slow-moving bulls. As long as I obeyed my father and abided the customs of my tribe, I was not troubled by the law of man or God. അതായത് ഫ്രീഡത്തിനായിട്ടുള്ള വിശപ്പുമായിട്ടല്ല ഞാൻ ജനിച്ചത്. അതായത് ഞാൻ ജനിച്ച സമയത്ത് എനിക്ക് നല്ല ഫ്രീഡം ആയിരുന്നു, എനിക്കറിയാവുന്ന തരത്തിലെല്ലാം ഞാൻ ഫ്രീ ആയിരുന്നു. അമ്മയുടെ വീടിനകത്തുള്ള ഫീൽഡിൽ ഓടിക്കളിക്കാനും, അതുപോലെ വില്ലേജിലൂടെ പോകുന്ന സ്ട്രീമിൽ നീന്താനും, സ്റ്റാർസിന് താഴെ മീലീസ് റോസ്റ്റ് ചെയ്യാനും, ബിൾസിനെ റൈഡ് ചെയ്യാനും എനിക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു. അച്ഛനെയും അതുപോലെ എൻ്റെ ട്രൈബിൻ്റെ ആചാരങ്ങളും അനുസരിച്ചിരുന്നിടത്തോളം കാലം ഒരു തരത്തിലുമുള്ള ലോയും എന്നെ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. പിന്നെ എപ്പോഴാണ് അദ്ദേഹത്തിന് പ്രോബ്ലം വന്നു തുടങ്ങിയത്? It was only when I began to learn that my boyhood freedom was an illusion. When I discovered as a young man that my freedom had already been taken from me, that I began to hunger for it. At first, as a student, I wanted freedom only for myself. The transitory freedoms of being able to stay out at night, read what I pleased and go where I chose.
Later, as a young man in Johannesburg, I yearned for the basic and honorable freedom of achieving my potential, of earning my keep, of marrying and having a family, the freedom not to be obstructing a low, full life. അതായത് ഞാനൊരു യങ് മാൻ ആയപ്പോഴാണ് എൻ്റെ ബാല്യത്തിലെ ഫ്രീഡം ഒരു ഇല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റായ ധാരണ, മിഥ്യാധാരണ ആണെന്ന് എന്താണ് പറയുക, എൻ്റെ യഥാർത്ഥ ഫ്രീഡം ഓൾറെഡി എന്നിൽ നിന്നും ആരോ എടുക്കപ്പെട്ടിട്ടുണ്ടെന്നും എന്നിലില്ല എന്നും മനസ്സിലാക്കിയത്. ഫ്രീഡത്തിനായുള്ള വിശപ്പ് തുടങ്ങുന്നത് അന്നേരമാണ്. ആദ്യം എനിക്ക് എൻ്റെ മാത്രം ഫ്രീഡം ആയിരുന്നു വേണ്ടത്. അതായത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഫ്രീഡം ആയിരുന്നു എനിക്ക് വേണ്ടത്. മറ്റുള്ള പീപ്പിളിനെ പറ്റിയിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. രാത്രിയിൽ പുറത്തു പോകാനും ഇഷ്ടമുള്ള വായിക്കാനും ഇഷ്ടമുള്ളിടത്ത് പോകാനുമുള്ള ഫ്രീഡം ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. പിന്നീട് ജോഹാനസ്ബർഗ് എന്ന് പറയുന്ന, അതായത് അതൊരു സൗത്ത് ആഫ്രിക്കയിലെ ഒരു സിറ്റിയാണ്. അവിടെ ഒരു യങ് മാൻ ആയപ്പോൾ എനിക്ക് എൻ്റെ ബേസിക് ഫ്രീഡത്തിനായിട്ട് എനിക്ക് ആശ വന്നു തുടങ്ങി. ഫ്രീഡം ഫോർ മൈ പൊട്ടൻഷ്യൽ, എൻ്റെ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ, ഒരു വിവാഹം കഴിക്കാൻ, ഫാമിലി ആവാൻ, നിയമങ്ങളാൽ തടസ്സപ്പെടുത്താത്ത ഒരു ഫ്രീഡം, എനിക്ക് എൻ്റെ സ്വന്തമായ എൻ്റെതായ ഒരു ഫ്രീഡം വേണമെന്നുള്ള വിശപ്പ് എനിക്ക് വന്നു തുടങ്ങി. But then I slowly saw that not only was I not free, but my brothers and sisters were not free. I saw that it was not just my freedom that was curtailed, but the freedom of everyone who looked like I did. That is when I joined the African National Congress, and that is when the hunger for my own freedom became the greater hunger for the freedom of my people. അതായത് ഞാൻ മാത്രമല്ല, എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആരും ഫ്രീ അല്ല എന്നുള്ളത് ഞാൻ പതുക്കെ തിരിച്ചറിയാൻ തുടങ്ങി. എൻ്റെ ഫ്രീഡം മാത്രമല്ല കുറഞ്ഞു പോയത്, എന്നെപ്പോലെ ചെയ്തവരുടെ എല്ലാം ഫ്രീഡം കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. എൻ്റെ ഫ്രീഡത്തിനായുള്ള വിശപ്പ്, എൻ്റെ പീപ്പിളിൻ്റെ ഫ്രീഡത്തിനായുള്ള വലിയ വിശപ്പായി മാറിയത് ഞാൻ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്തപ്പോഴാണ്. It was this desire for the freedom of my people to live their lives with dignity and self-respect that animated my life, that transformed a frightened young man into a bold one, that drove a law-abiding attorney to become a criminal, that turned a family-loving husband into a man without a home, that forced to a life-loving man to live like a monk. I am no more virtuous or sacrificing than the next man, but I found that I could not even enjoy the poor and limited freedom I was allowed when I knew my people were not free. Freedom is indivisible. The chain on any one of my people were the chain on all of them. The chain on all of my people were the chain on me. അതായത് എൻ്റെ പീപ്പിളിന് മാന്യമായിട്ടുള്ള സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു ലൈഫ് കിട്ടാനുള്ള ഫ്രീഡം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള വിശപ്പാണ് എനിക്കുള്ളത്. അത് ഭീരുവിനെ ബോൾഡാക്കി, ലോ അനുസരിച്ച് നടന്നിരുന്നവരെ ക്രിമിനലാക്കി മാറ്റി, ഫാമിലി ലവിങ് ഹസ്ബൻഡിനെ വീടില്ലാത്തവനാക്കി മാറ്റി, ലൈഫിനെ സ്നേഹിക്കുന്നവൻ അങ്ങനത്തെ ആളെ ഒരു സന്യാസിയെ പോലെ ജീവിക്കാനായി പ്രേരിപ്പിച്ചു. മറ്റുള്ളവരെ പോലെ ഞാൻ അത്ര സന്മാർഗിയോ അല്ലെങ്കിൽ സെൽഫ് സാക്രിഫൈസിങ്ങോ ഒന്നുമല്ല. പക്ഷേ എൻ്റെ പീപ്പിൾ എന്തല്ല ഫ്രീ അല്ല എന്നറിഞ്ഞ സമയത്ത് എൻ്റെ ഉണ്ടായിരുന്ന ആ ലിമിറ്റഡ് ഫ്രീഡം പോലും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാണ്ടായി. ഫ്രീഡം എന്ന് പറയുന്നത് വിഭജിക്കാൻ കഴിയില്ല. ഒരാളുടെ ചങ്ങല, അതായത് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ പീപ്പിളിൻ്റെ ആർക്കെങ്കിലും ഒരാൾക്ക് ചങ്ങല വീണ് കഴിഞ്ഞാൽ അത് മുഴുവൻ ആ പീപ്പിളിൻ്റെ ചങ്ങലയായി മാറും. അത് അങ്ങനെ എല്ലാവർക്കും ചങ്ങല വരികയാണെങ്കിൽ അതെന്താവും, എൻ്റെ മേല് ചങ്ങലയുള്ള പോലെയായി മാറും. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾക്ക് ഇപ്പം
ഈ ചാപ്റ്ററിൽ ഏതെങ്കിലും തരത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. I knew that the oppressor must be liberated just as surely as the oppressed. A man who takes away another man's freedom is a prisoner of hatred. He is locked behind the bars of prejudice and narrow-mindedness. I am not truly free if I am taking away someone else's freedom, just as surely as I am not free when my freedom is taken from me. The oppressed and the oppressor alike are robbed of their humanity. അതായത് അടിച്ചമർത്തിയവനും അടിച്ചമർത്തപ്പെട്ടവനും ഒരുപോലെയാണെന്ന് എനിക്കറിയാമായിരുന്നു. മറ്റൊരാളുടെ ഫ്രീഡം എടുക്കുന്നവൻ വെറുപ്പിന്റെ ഒരു പ്രിസണറായിട്ടാണ് ഞാൻ കാണുന്നത്. അയാള് പ്രത്യേകിച്ച് കാരണമില്ലാതെ എതിരെ നിൽക്കുന്നവരോ എന്തെങ്കിലും ഒരു റീസൺ ഇല്ലാണ്ട് എതിരഭിപ്രായത്തിൽ നിൽക്കുന്നവനോ സ്വാർത്ഥതയുള്ള ഒരാളോ ആണ്. മറ്റൊരാളുടെ ഫ്രീഡം എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഫ്രീ ആവില്ല. അതേപോലെ തന്നെ ഞാൻ ഫ്രീഡം എടുക്കപ്പെട്ടവനെ പോലെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഒപ്രസ്ഡും ഒപ്രസറും ഒരുപോലെ മനുഷ്യത്വം നഷ്ടപ്പെട്ടവരാണ്.